ഓരോ തവണ കാട് കയറുമ്പോഴും കാട് നമ്മളെ അതിശയപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതാ ഈ വരുന്ന ഒറ്റക്കൊമ്പരം കണ്ടില്ലേ, ഇവനായിരുന്നു ഇപ്രാവശ്യത്തെ കബനി സ്റ്റോറിയിലെ മെയിൻ. അപ്പോൾ ഒരുപാട് വൈൽഡ് ആനിമൽസ് ഒക്കെ ഉള്ള നാഗർഹോള ടൈഗർ റിസർവിലെ കബനിയിലേക്കാണ് ഇന്നത്തെ യാത്ര. നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും അടുത്ത് പോയി വരാൻ പറ്റുന്നതും എന്നാൽ ഏറ്റവും കൂടുതൽ ആനിമൽ സൈറ്റിങ്സ് കിട്ടാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു വലിയൊരു ഫോറസ്റ്റാണ് നമ്മുടെ ഈ നാഗർഹോള ടൈഗർ റിസർവ്. ഈ ടൈഗർ റിസർവിൻ്റെ 3 ഭാഗത്തായിട്ട് 3 സഫാരി സെൻ്ററുകളാണുള്ളത്. അതിൽ ഇപ്പോൾ ബ്ലാക്ക് പാന്തർ അടക്കമുള്ള ആനിമൽ സൈറ്റിങ്സ് കിട്ടുന്നത് നമ്മുടെ നാനാച്ചി സൈഡിലുള്ള സഫാരി സെൻ്ററിലാണ് കേട്ടോ. ഞാനേതായാലും നമ്മുടെ സ്വന്തം കബനി സഫാരിയാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 2 തവണ വന്നപ്പോഴും എനിക്ക് ടൈഗർ സൈറ്റിങ്സ് കിട്ടിയ കാടാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ കബനി സഫാരി എപ്പോഴും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയാണ്. nagarhole-tigerreserve.com എന്ന സൈറ്റിൽ നിന്നാണ് ബുക്ക് ചെയ്യേണ്ടത്. പരമാവധി വീക്ക് ഡേയ്സിൽ തന്നെ സഫാരി എടുക്കാൻ നോക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സഫാരിയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന് 610 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ ബസ് ഉണ്ട്. ഇതാ ഈ കിടക്കുന്നതാണ് സാധനം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വിസിബിലിറ്റി കിട്ടും. പക്ഷേ കുറച്ച് റേറ്റിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. 865 ഒരാൾക്ക് വരുന്നത്. അത് മിനിമം 12 പേരുണ്ടെങ്കിൽ അവർ, അല്ലെങ്കിൽ 10 പേരുണ്ടെങ്കിൽ കൂടി അവർ ആ ബസ് എടുക്കും. പിന്നെ സാറ്റർഡേ സൺഡേ ഗവൺമെൻറ് ഹോളിഡേയ്സിലും 1.5 അവർ മാത്രം നീണ്ടു നിൽക്കുന്ന സഫാരിയാണ്. അത് ഒരാൾക്ക് 460 വരുന്നത്. പിന്നെ ഇതൊന്നും കണ്ടിട്ട് ചാടിക്കയറി ഇങ്ങോട്ട് വരാൻ നോക്കണ്ട കേട്ടോ. വൈൽഡ് ആനിമൽസിനെ കാണുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലക്ക് തന്നെയാണ്. അതുപോലെ കാടിനെയും പ്രകൃതിയൊക്കെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും താല്പര്യമുള്ളവരാണ് എപ്പോഴും ഫോറസ്റ്റ് സഫാരി എടുക്കേണ്ടത്. അല്ലാത്തവർക്ക് സൂവിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അധികം വൈകാതെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.